ഒരു പ്രതീക്ഷയില്ലാണ്ട് പോയി ബിരിയാണി കിട്ടിയ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം പ്രതീക്ഷയാണ് ഇന്ന് ജയ് കെ സംവിധാനം ചെയ്തിട്ടുള്ള നമ്മുടെ ഗർ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി പോയത്. ട്രെയിലർ കണ്ടപ്പോഴും പാട്ടുകൾ കണ്ടപ്പോഴും യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ ചാക്കോച്ചൻ്റെ ഇൻ്റർവ്യൂവും ജയ് എന്ന് പറയുന്ന സംവിധായകനിലുള്ള എസ്ര കണ്ടിട്ടുള്ള ആ ഒരു വിശ്വാസം മുൻനിർത്തി എന്തെങ്കിലുമൊക്കെ എക്സൈറ്റ് ചെയ്യുന്ന ഫാക്ടർ സിനിമയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയാണ് പോയത്. പക്ഷേ പ്രതീക്ഷ പോലെ തന്നെ ഒന്നും ഉണ്ടായില്ല. അതാണ് ഗർ എന്ന് പറയുന്നൊരു സിനിമയുടെ പ്രത്യേകത. പോസിറ്റീവായിട്ട് ഈ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ഏക ഫാക്ടർ 2 മണിക്കൂർ കൊണ്ട് ഈ ഒരു സിനിമ തീർത്തു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇമ്പ്രസ് ചെയ്യുന്നതായിട്ടോ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മളെ കാണാൻ പിടിച്ചിരുത്തുന്നതായിട്ടുള്ള ഒരു ഫാക്ടറും ഉണ്ടായില്ല. എസ്ര പോലത്തെ ഒരു അടിപൊളി ഹൊറർ സിനിമ ചെയ്ത ഒരു സംവിധായകൻ ഗർ എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഞാൻ കുറേയൊക്കെ പ്രതീക്ഷിച്ചു. കൂടെ ഒരു നല്ല താരനിര, സുരാജ് ഏട്ടൻ, ചാക്കോച്ചൻ പോലെയുള്ള ഒരു നല്ല താരനിര കൂടി വന്നപ്പോൾ എനിക്ക് പ്രതീക്ഷയുടെ അമിതഭാരം കുറച്ച് അധികമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഫസ്റ്റ് ഷോയ്ക്ക് പോയത്. പക്ഷേ എന്താ പറയുക, ഒന്നും ഉണ്ടായില്ല. നമ്മൾ മൊത്തത്തിൽ 2 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തി ബോറടിപ്പിച്ച് കളയുക എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ഒരു മോശം അനുഭവമായിരുന്നു. ഒരു ആവറേജ് എന്ന് പോലും വിളിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. തിയേറ്ററിലുള്ള പലരോടും ചോദിച്ചു, എല്ലാവർക്കും ഇതുപോലത്തെ ഒരു അഭിപ്രായമാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ എന്ന് പറയുന്ന പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ടുള്ള ഒരു സിനിമ. ഫസ്റ്റ് ഹാഫ് നമുക്ക് കണ്ടിരിക്കാം. ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ സിംഹത്തിനെ കാണിക്കുന്നു, അതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം കാണിക്കുന്നു, നമുക്ക് കണ്ടിരിക്കാം. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിച്ചു നീട്ടി ഉള്ള ഒരു സംഭവമായിരുന്നു. ഓവറോൾ തിയേറ്ററിൽ കാണാനുള്ള ഒരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു പ്യുവർ ഒരു OTT സ്റ്റഫ്, ഒരു ഡെബ്യൂ ഡയറക്ടേഴ്സ് ഇതിൽ നന്നായിട്ട് സിനിമ ചെയ്യും. എഡിറ്റിംഗ് ആയിക്കോട്ടെ എനിക്ക് അത്ര നല്ലൊരു അടിപൊളിയായിട്ട് തോന്നിയില്ല. പിന്നെ ഒരു പുവർ ഒരു സർക്കാസ്റ്റിക് രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. പലരെയും കളിയാക്കി, ഗവൺമെൻറ്റിനെ കളിയാക്കി, അതുപോലെ തന്നെ ഫയർഫോഴ്സിനെ കളിയാക്കി, അങ്ങനെ ഒരു കളിയാക്കി പോകുന്ന ഒരു സർക്കാസ്റ്റിക് രീതിയിലാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട സിനിമയുടെ ഒരു പ്രൈം ലൊക്കേഷനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലെ ഒരു പ്രൈം ക്യാരക്ടറായിട്ടൊരു നമ്മുടെ സിംഹമാണ്. അത് ആദ്യം നമ്മളൊരു VFX സിംഹമാണെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു VFX സിംഹം അല്ല എന്ന് ചാക്കോച്ചൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത റീലിൽ നമുക്ക് മനസ്സിലായി. പക്ഷേ ഒറിജിനൽ സിംഹം വന്നപ്പോൾ നമ്മൾ കുറേയധികം പ്രതീക്ഷിച്ചു. പക്ഷേ സിംഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ നല്ല ക്യൂട്ടായിരുന്നു, നല്ല രസമായിരുന്നു സിംഹത്തിൻ്റെ ആ ഒരു സീക്വൻസ്. പക്ഷേ ഗ്രീൻ സ്ക്രീനിൻ്റെ ഒരു അതിപ്രസരം ശരിക്കും നമ്മുടെ ആ ഒരു സിംഹത്തിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ശരിക്കും ഒരു കിൻഡർ ഗാർഡൻ സെറ്റ് ഇട്ടേക്കണ പോലെയുണ്ട്. ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ട്രിവാൻഡ്രം സൂ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ സിംഹം കിടക്കുന്ന ആ ഒരു കേജും കേവൊക്കെ നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് ശരിക്കും ഒരു കിൻഡർ ഗാർഡൻ സെറ്റ് ഇട്ടേക്കണം, അല്ലെങ്കിൽ സ്കൂൾ ആനിവേഴ്സറിക്കൊക്കെ നമ്മളൊരു കാർഡിൻ്റെ ഒരു സെറ്റ് ഇടില്ലേ, ഏകദേശം അതുപോലത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ ചാക്കോച്ചൻ്റെ പ്രകടനം, ചാക്കോച്ചൻ പ്രേമിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം ആ ഒരു ഭയങ്കര റൊമാൻറ്റിക് മനുഷ്യനൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. അപ്പോൾ സിനിമയുടെ തുടക്കം തന്നെ ഒരു പാട്ടൊക്കെ ഉണ്ട്. അതിൽ ചാക്കോച്ചൻ മറ്റേ ടീഷർട്ടിൻ്റെ മേലെ ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഒരു സീനൊക്കെ ഉണ്ട്. ഈ ഇത്രയും പ്രായമായിട്ടുള്ളൊരു മനുഷ്യനെ പ്രായം കുറയ്ക്കാനായിട്ട് അവർ കുറേ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയാലോ. ഓവറോൾ എന്താ പറയുക, സർവൈവൽ ത്രില്ലറെന്നോ കോമഡി മൂവിന്നോ ഒന്നും ആ ഒരു ജോണറിലും ഈ ഒരു സിനിമേനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി എനിക്കൊട്ടും വർക്കാവാതെ പോയൊരു സിനിമയാണ്. ഞാൻ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഇനി എൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. ഗർ എന്ന് പറഞ്ഞ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.